ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു എന്നുള്ളത് അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അതെ, നമ്മള് ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒരു ഇലക്ഷൻ വരാൻ പോകുന്ന ഇലക്ഷൻ കാലം ഇതല്ലാതെ വേറെ വഴിയില്ല. അതാണ് സത്യം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരം ദുരൂഹ മരണങ്ങളിലൊക്കെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരുപാട് സമയമെടുക്കും. സാധാരണ സർക്കാരിനെ സമീപിക്കും, അല്ലെങ്കിൽ ഹൈക്കോടതി സമീപിക്കും, എല്ലാം ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഫെബ്രുവരി അവസാനം 15 ശേഷമല്ല സിദ്ധാർത്ഥൻ മരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സർക്കാർ തയ്യാറായി. ഇന്നിപ്പോ മുഖ്യമന്ത്രി ചെന്ന് കണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛനും ബന്ധുക്കളും ഒക്കെ ചേർന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു സന്ദർഭത്തിൽ അല്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കാണാൻ അനുവദിക്കുമായിരുന്നു തന്നെ സംശയം. അല്ല, മാത്രമല്ല വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ എത്ര വലിയ മന്ത്രിയായാലും അങ്ങോട്ട് പോകേണ്ടതാണ്. ഇവിടെ എന്ത് പറയാനാണ്, ഇത് മറ്റേ രാജ്യസദസ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തിരുമുഖം കാണിക്കുന്നതിന് തുല്യമായി പോയി. ഇതൊക്കെ ഇതിന് മുന്നേ അതിനൊക്കെ നടപടികളൊക്കെ ചെയ്യേണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ എനിക്കൊന്ന് തിരുവനന്തപുരത്തെ സംഭവമൊക്കെ ഓർത്ത് കാണും. ചിലപ്പോൾ ഓക്കി സംഭവമൊക്കെ വന്നപ്പം മുഖ്യമന്ത്രിക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി ഇറങ്ങിയിട്ടല്ല നേരിട്ട് കൊന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന് പോവാ, ഒരു മുഖ്യമന്ത്രിയല്ലേ, അതിനകത്ത് പാർട്ടിയോ അതൊന്നും നോക്കണ്ട, മാനുഷിക ആവശ്യം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഈ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും സാംസ്കാരിക നേതാക്കളും എല്ലാവരും പോയിട്ടുണ്ട് അവിടെ. മുഖ്യമന്ത്രി പോയില്ല എന്നുള്ള വലിയൊരു കുറവ് തന്നെ. എന്നിട്ടും ഇന്നത്തെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വീട്ടിൽ പോയി കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കും. എന്നിട്ടും അവരുടെ ആവശ്യം, എനിക്ക് ആ അച്ഛനെയാണ് ഇവിടെ ഇപ്പം അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുത്താൽ മതിയോ. കാരണം ഈ ഒരു സന്ദർഭത്തിൽ രാപ്പകലില്ലാതെ ഇതിന് വേണ്ടി CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ശക്തമാക്കി പോരാടാൻ ഇറങ്ങിയതിന്റെ ഒരു വിജയം കൂടിയാണിത്. തീർച്ചയായും. മാത്രമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതിനൊപ്പം നിന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാനൊരു വീട്ടിൽ പോരുന്ന കാര്യം പറഞ്ഞു. അന്ന് കൊണ്ടൊരു മാധ്യമങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ആ കുടുംബത്തെ അറിയിക്കുന്നു, നമ്മളെ മാധ്യമങ്ങളെ അറിയിക്കുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് വെറും ഒരു ആത്മഹത്യയായി, ഒരു വിദ്യാർത്ഥി എന്തോ പ്രശ്നമുണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള അതിൽ നിന്ന് മാറി ഇത് ശരിക്കും ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണെന്നുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗവർണറിന്റെ ഇടപെടൽ ഇതിനകത്ത് നല്ലോണം ഉണ്ടായിരുന്നു ആദ്യം. അതുപോലെ തന്നെ ഇപ്പം ഈ നിരാഹാര സമരം അനുഷ്ഠിച്ച യൂത്ത് നമ്മളെല്ലാം പറയുന്ന പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള അവരുടെയൊക്കെ ഒരു ശക്തമായ ഇടപെടലൊക്കെ തന്നെ ഇതിനകത്തൊരു. അതെ, ഇന്ന് പിന്നെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി വഴി എല്ലാവരും ഞങ്ങളെ സഹായിച്ചു പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നിരന്തരം പിന്നെ അനാവശ്യമായി ന്യായീകരിച്ച് ഈ കുട്ടി ഒരു മോശക്കാരനെ ചിത്രീകരിക്കാനുള്ള. അല്ല, ഇവര് ചെയ്യേണ്ടത് നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഇവർ പ്രതികരിക്കാൻ പോകരുത്. ഇവര് ഒരു സമയത്തൊരു നിലപാടെടുത്തിരുന്നല്ലോ, അവരുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരു നിലപാടെടുത്താൽ മതിയായിരുന്നു. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഓരോരുത്തരും നമ്മുടെ മുന്നിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന എല്ലാവരും വില്ലന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് വരുന്ന ആരായാലും ശരി, SFI അവരെ ന്യായീകരിക്കാൻ വരുന്ന ആരായാലും ശരി നമുക്ക് പോവില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ SFI കാർക്കി ചുപ്പിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. SFI എന്ന സംഘടനയെക്കാളും ഇത്തരം കാരണം ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു SFIയിലെ ക്രൂര മുഖങ്ങൾ കുറെ കൂടെ പൊടി തട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറെ കേസുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ക്യാമ്പസുകളിലെ കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഇവരുടെ റാഗിങ്ങിലുള്ള പങ്ക്, അങ്ങനെയൊക്കെ ഇപ്പോഴാണ് സജീവമായ ചർച്ചയാണ്. അവിടെയൊക്കെ SFIയുടെ പങ്കിനെ കുറിച്ച് വരുമ്പോഴാണ് നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, വെറുത്തു പോകുന്നത്. നമ്മളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, 1980കളുടെ സുരേഷ് കുറുപ്പൊക്കെ SFIയുടെ ഭാരവാഹികളായിരിക്കുന്ന ആ സമയത്ത് റാഗിങ്ങിനെതിരെ അതികർശനമായ നിലപാടാണ് SFI സ്വീകരിച്ചത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഷ്ട്രീയക്കാർ പറയും പോലെ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിലാണെന്ന് തോന്നുന്നു ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെ റാഗിങ് കേസിലെ പ്രതികളെ കൊണ്ടുവന്നപ്പോഴേ SFIക്കാരന്മാരെ തന്നെ അടിച്ചു അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ അത് അത്രയും. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ SFIക്കെല്ലാം ആഴത്തിൽ വേരോടുന്നതിന് അത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ ഒരുപാട് സഹായിച്ചിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് അവർ തന്നെ അതിൻ്റെ വക്താക്കളായി മാറുകയും ഈ റാഗിങ് കേസിലെ പ്രതികൾ പോലും സംസ്ഥാന ഭാരവാഹികളാകുന്ന അവസ്ഥ എത്തുകയും ചെയ്തു എന്നുള്ളത് അതിഥേയം. അതാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞത്. SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയനായിരുന്ന ഒരാൾ പറഞ്ഞത് SFI വേഷധാരികളായ ചില ആളുകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണ്, വേഷധാരികളായിരുന്നു. മാത്രമല്ല ഇന്നിപ്പം പിന്നെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമ്മൾ പല മാധ്യമങ്ങളും പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അക്ഷയ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യം, ഇടുക്കിയിലെ കണ്ട പള്ളി പ്ലാന്റർ നേതാവിൻ്റെയൊക്കെ മകനാണ്. അയാൾക്ക് വേണ്ടി ഭരണകക്ഷി നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ വ്യാജ പരാതി നൽകിയ പെൺകുട്ടി, അവരുടെ അമ്മ പോലീസിലെ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥല്ല മറ്റു മിനിസ്റ്ററി സ്റ്റാഫാണ്. അവർക്ക് വേണ്ടി ഒരുപാട് അവർ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു നെടുമങ്ങാടുള്ള ഒരു ഡോക്ടറുടെ മകൻ എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ സിദ്ധാർത്ഥന്റെ കൂട്ടുകാരായിരുന്നു എന്നുള്ളതാണ്. ആ വീട്ടിലെപ്പോഴും വരുമായിരുന്നു, വലിയ അടുപ്പമുള്ള കൂട്ടുകാരായിരുന്നു. എന്നിട്ടും അവർ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു മുഖം മാറി. അപ്പോൾ ശരിക്കും അയാളെ
മാനസികമായി എത്ര താഴ്ന്നേക്കാണെന്ന് ആലോചിച്ചു. നമ്മൾ ഇത്രയും അടുപ്പമുള്ള രണ്ടുപേരും തമ്മിൽ. മാത്രമല്ല ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഈ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഇവര് വിവിധ വിദ്യാർത്ഥികളെ ഇവരെ ചോദിച്ചു. അതിനകത്ത് വെറും 4 പെൺകുട്ടികൾ മാത്രമാണ് മൊഴി നൽകിയെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് കരാട്ടെ വിദഗ്ധൻ എന്റെ പേരെന്തോന്നു അല്ല അത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. കാരണം ഇനി അവർക്ക് പഠിക്കേണ്ടതായുള്ളതല്ലേ. അപ്പം ഇവരെ ഇപ്പൊ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം വനിതാ ദിനത്തിൽ എല്ലാവരെയും പ്രകീർത്തിച്ചൊക്കെ പറയും. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ വനിത അവരെ ശക്തി കാണിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട് ആ ക്യാമ്പസിന് അവരെ പോലുള്ളവരുള്ളത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഈ പ്രതികളെ ഇപ്പൊ പിടിക്കാൻ പറ്റിയതല്ല. അതെ അതെ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോ ഈ SFIയുടെ ഈ ഒരു എന്താ പറയാനാണ് ഈ ഒരു ഭീഷണിയിൽ വീഴാത്തവരെ ഇത്തവണ നമ്മൾ ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം ഈ പെൺകുട്ടികളായപ്പോലും ആരായാലും ശരി ഇവരൊക്കെ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ ഇവിടം വരെയൊക്കെ എത്തിയത്. കാരണം ഇനി അല്ലെങ്കിൽ മറ്റൊരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറെ ആരും അറിയാതൊരു സാധാ ഒരു ആത്മഹത്യയായിട്ട് ഒതുങ്ങി പോകേണ്ട ഒരു അവസാനിക്കുകയാണ്. CBI കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ CBI അന്വേഷിച്ചുള്ള പല കേസുകളും നമുക്ക് തന്നെ അറിയാം. ഒരുപാട് പേര് കേട്ടോ. ഇപ്പം പണ്ട് പാനൂരിൽ SI ആയിരുന്ന സോമനെ വെടിയിച്ചു വന്ന കേസ്, അത് പിന്നെ CBI ആണ് അതിന്റെ പ്രതികളെ പിടികൂടിയത്. അവസാനം അവർ കോടതി പിന്നീട് വെറുതെ വിട്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും യഥാർത്ഥം എന്താണ് സംഭവിച്ചെന്നുള്ളത് CBI വന്നപ്പോഴാണ് മനസ്സിലായത്. അത് ആത്മഹത്യ എന്നാണ് പറയുന്നത്. വെടിവെച്ചത് തിരുവനന്തപുരം സ്വദേശിയാണ്. കണ്ണൂർ പാനൂർ SI ആയിരുന്നെങ്കിൽ പോലും. അതുപോലെ പോളക്കുളം കേസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നീട് CBI അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ആ കേസ് പിന്നീട് അവസാനം കോടതി വെറുതെ വിട്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ CBI അവർക്കാകുമ്പോൾ ഇവരാരും പേടിക്കണം. അല്ല, എല്ലാത്തിനും ഉപരിയായിട്ട് ഇവിടെ നമുക്ക് സംസ്ഥാന പോലീസിനോടുള്ള ഒരു വിശ്വാസമില്ലായ്മ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ പ്രധാന ഇതായിട്ട് ആവശ്യമായിട്ട് പറഞ്ഞത്. കാരണം ഇവിടെ രാഷ്ട്രീയ കാരണം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടന അവരുടെ ഒരു പിന്മുറക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് പ്രതിപട്ടികയിലെല്ലാം ഉണ്ട്. എന്തായാലും സ്വാധീനം. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ സ്വാധീനമുള്ളവർ അനേകമുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും. ഇതൊക്കെ വേറെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രസക്തി ഏറിയത്. നാട്ടിൽ അവിടുത്തെ വലിയ നേതാക്കന്മാരിലെ കാണാൻ നേരിട്ട് ചെന്നിരിക്കുന്നത് കോടതി ഹാജരാക്കിയപ്പോൾ ആദ്യം കോടതിക്കാരെന്നാണ് കേട്ടത്. മജിസ്ട്രേറ്റിന്റെ ചേമ്പർ കറഞ്ഞെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് DSP അടുത്ത് ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാവരും ഈ സത്യം പറഞ്ഞാൽ ഇവർക്കെല്ലാം മക്കളെ ഉള്ളവരായിരിക്കും. എന്നാൽ പോലും മനുഷ്യത്വം എന്നൊരു സംഗതി ഇല്ലേ ഒരു കുട്ടി ഭീകരമായി. ഇന്ന് എനിക്ക് ആ മാങ്കൂട്ടത്തിന്റെ വാക്കിൽ എനിക്കത് കാരണം അതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടില്ല എനിക്ക് തോന്നുന്നത്. പറഞ്ഞൊരു കാര്യമുണ്ട്, പിണറായി എന്ന ആഭ്യന്തരമന്ത്രിയോടല്ല മുഖ്യമന്ത്രിയോടല്ല മറിച്ച് പിണറായി എന്ന അച്ഛനോടാണ് അപേക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം പിണറായി എന്നൊരു അച്ഛന്റെ സ്നേഹം. കാരണം എത്ര ഇത് കാണിച്ചാലും വഴിതിരിഞ്ഞ വേല അത് പിടിച്ചു നിർത്തി അവരെ മക്കളെ സംരക്ഷിക്കുന്നില്ല. അദ്ദേഹം വിജയമാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് വൈകാരികമായിട്ടാണ് തോന്നിയത്. അതിനകത്ത് പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഒരു അച്ഛനെന്ന നിലയിൽ ചിന്തിച്ചാൽ മാത്രം മതി എന്താണ് ആ അച്ഛന്റെ വേദന. എനിക്ക് തോന്നുന്നു 2 അച്ഛന്മാരാണ് അവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ അച്ഛന്റെ വേദന ചിലപ്പോൾ പിണറായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവർക്ക് നീതി കിട്ടും. കറക്റ്റായിട്ട് പറയും 1 മാസത്തിന് മുൻപേ എനിക്കൊന്ന് ഇത് കേരളത്തിൽ തന്നെ എനിക്കൊന്ന് ഇത്രയും പെട്ടെന്ന് ഒരു ഇത് വരുന്ന ആയിരിക്കാനാണ് സാധ്യത. കാരണം പലപ്പോഴും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. ഒരുപാട് സമരങ്ങളൊക്കെ വേണ്ടി വരും. നമ്മൾ കേട്ടിട്ടുണ്ട് പല ഈ ഒന്നാമത്തെ കാര്യം എനിക്കൊന്ന് ഈ സംസ്ഥാന പോലീസിന് തന്നെ അതൃപ്തി ഉണ്ടാവില്ല. കാരണം അവരെ കഴിവുകേടിനെ കുറിച്ച് CBI വരുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമകളിലൂടെ എല്ലാം കണ്ടാണ്. അവരെ കഴിവുകേട് കാണിക്കുക, മറ്റ് CBIയുടെ ഭയങ്കര അനിഷ്ടം കാണിക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പല CBI സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. അതിനകത്ത് CBI അവരോട് വൈകി ഇത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ CBI സംബന്ധിച്ച് എനിക്കൊന്നും ഡൽഹിയിൽ നിന്നായിരിക്കും തീരുമാനിക്കുന്നത് ഏത് അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഏതായാലും ഇപ്പം ഇവർ പോലീസ് തൊടാതിരിക്കുന്ന വിദ്വാന്മാരെല്ലാം CBI വെച്ച് ചോദ്യം എന്നുള്ള ഉറപ്പാണ്. കാരണം അത്ര കൃത്യതയുള്ള അന്വേഷണമായിരിക്കും അവരുടെ. അവർക്ക് പ്ലാൻ മോനാണോ അല്ലെങ്കിൽ നേതാവിന്റെ മോനാണോ എന്നുള്ളതൊന്നും അവർ നോക്കിയൊന്നുമില്ല. അവരുടെ കൃത്യം അന്വേഷിക്കും. മാത്രമല്ല ഈ മറ്റേ ഈ ഡീന് കുറെ പേരെ പൊത്തിപ്പിടിച്ച് നടക്കുന്നില്ല. കാരണം ആരൊക്കെ പ്രതികരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുപോലെ തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് എഴുതാൻ വരുമ്പോഴും അവരെയൊക്കെ അവർ കൂടെ തന്നെ ഡീന് നിന്ന് അവർ കാരണം അവരൊക്കെ ഉറപ്പാണ്. കാരണം യഥാർത്ഥ ഇയാൾക്കെല്ലാം അറിയാം ഒന്നും പുറത്തു പോകാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, വിളയും പറയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കാരണം ആ പിള്ളേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ TC കൊടുത്ത് പറഞ്ഞിട്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ തീരുമാനിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തി വരുന്നത് ഇനി അതായിരിക്കും. കാരണം കേന്ദ്ര ഏജൻസികൾ വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ളവനൊക്കെ ആദ്യം അടിച്ച് വെളിയിലാക്കുന്നുണ്ട്. നീയൊക്കെ അത് തന്നെ. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം. അതുകൊണ്ടാണ് വേറൊരു നമുക്ക് സമാധാനപരമായിട്ടൊരു കാര്യം ചിന്തിക്കാൻ പറ്റുന്നത് അതിനകത്ത്. അല്ല, എന്തായാലും ഇത് ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയാലും ഇങ്ങോട്ട് നീ വരുമെന്നാണ്. ഇത് കണ്ട ആരെങ്കിലും വരുമോ ഇങ്ങോട്ട്? നമ്മളെ പിള്ളേർ തല്ലിക്കൊല്ലാൻ നമ്മളെ കൊടുക്കുമോ ഈ ഇത്തരം ക്രിമിനലുകൾക്ക്? എന്നിട്ട് കരാട്ടെ വിദഗ്ധനാണോ പോലും മറ്റേ സിൻജോ ജോൺസനാ കരാട്ടെ പഠിച്ച വൈദഗ്ധ്യം മുഴുവൻ പ്രകടിപ്പിച്ചത് ഈ പാവപ്പെട്ട കൊച്ചിന്റെ ദേഹത്തോട്ടായിരുന്നു. വെള്ളം ഇറക്കാൻ പോലും പറ്റുന്ന അവസ്ഥയായി പോയെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തെളിവെടുക്കാൻ വേണ്ടി കോളേജ് ഹാജരാക്കി അവിടെ കൂടായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഏതാണ്ട് ടൂറിന് പോയതുപോലെയൊക്കെ ആഹ്ലാദിച്ചാണ് പുള്ളി നിൽക്കുന്നത്.
ഒരു പശ്ചാത്താപമോ ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞത് സ്വന്തം മക്കളായ പോലും ഇപ്പൊ ഇത് കാണുന്നവരായാലും പോലും സ്വന്തം മക്കളായിരിക്കും. കാരണം അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കുക, അതാണ് വേണ്ടത്. അതിനകത്ത് ഒരു ഇതും ദാക്ഷിണ്യവും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവർക്ക്, അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെയുള്ളവർ വളർന്നു വന്നാൽ, കാരണം നേരത്തെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇനി വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും. കേരളമൊക്കെ കുട്ടിച്ചോറായി പോകും ഇങ്ങനെ. അതെ നമ്മുടെ ഈ ഒരു തലമുറ ഇങ്ങനെ വരിക എന്ന് വെച്ചാലേ, നമുക്ക് കേരളത്തില് അവിടെ റാങ്കിങ് കൊണ്ടായിരുന്നല്ലാതെ ഈ രീതിയിൽ ഇങ്ങനെ കൊല്ലുന്ന രീതിയിലൊക്കെ ഇത്രയും കൈകാര്യം ചെയ്യുക, ഇതൊന്നും ആയിരിക്കില്ല. ഇത് നമ്മളെ ഗവർണർ പറഞ്ഞതുപോലെ ഇത് തീവ്രവാദ സംഘടനകളൊക്കെ ഇതിലും ബന്ധം കാണുമായിരിക്കും. ചിലപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള ഇതാണ് പറയുന്നത്. കൊട്ടേഷൻ സാധ്യതയുണ്ട്. കാരണം എന്തോ പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്ന് കുറെ രീതിയിൽ പറയുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തുനിന്നും പല ആരോപണങ്ങളും വരുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഒരു അന്വേഷണം, കാരണം ഇനി നമുക്ക് സംസ്ഥാന പോലീസിൽ നിന്ന് ചിലപ്പോൾ തന്നെ കിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അവർ തൊണ്ടതൊടാതെ വിഴുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അവർക്ക് കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ കൈകൾ ബന്ധിച്ച്. അതുകൊണ്ടല്ലോ കേരളത്തിലുള്ളവർ തന്നെ പുറത്ത് പോലീസിംഗ് പോയി അവിടെ നിന്ന് ഇതുപോലെ കേന്ദ്ര ഏജൻസിയിൽ മുഖമായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ കേരള പോലീസിലുണ്ടാകുന്ന ഒരുപാട് IPS ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര കേഡറിലെ വലിയ പദവികളിൽ ഇരിക്കുന്നുണ്ട്. അത് അവർക്ക് അവിടെ കൃത്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, അന്ന് പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന സമയത്തൊക്കെ അവിടെ ഒരു കൊമ്പമീശയൊക്കെ ഉള്ള ഒരു ഈ SP ഉന്നത ഉദ്യോഗസ്ഥൻ ടൈ കെട്ടി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്നു, സുരേഷ് രാജ് പുരോഹിത് നേരത്തെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കാൻ വയ്യാതെ അവരുടെ ഓടി രക്ഷപ്പെട്ടായിരിക്കും. കാരണം ഈ നമ്മുടെ കേരളത്തിൽ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണിത്. കാരണം അവർക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദം വരുമ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റും. ജനപ്രതികളല്ലേ അപ്പുറത്തുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും CBI സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ബാധകമേ അല്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കാം, പ്രതികളെ കണ്ടെത്താം, ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇവരെ ഉചിതമായ ശിക്ഷകൾക്ക് ലഭിക്കുക തന്നെ ചെയ്യണം. ഇതിനകത്ത് ഇനി എനിക്ക് 2-3 സംശയങ്ങളുള്ളത്. ഇതിനകത്ത് ഇനി വരാൻ പോകുന്നത് ഇവര് CBI വരുമ്പോൾ വരുന്നെങ്കിൽ, കാരണം ഇനി അതിനകത്ത് പേപ്പറൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നേരമോ വന്നു കഴിഞ്ഞാൽ ഇനി ഇവരെ അന്വേഷണം എവിടെ നിന്ന് അടിത്തട്ട് മുതൽ തുടങ്ങും. അതായത് ഇനി കേരള പോലീസിന്റെ അന്വേഷണത്തിന്റെ അവരെ തെളിവുകളെല്ലാം ശേഖരിച്ചായിരിക്കും തോന്നുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്നില്ല കേരള പോലീസ് പറയുന്നത് അതുപോലെ ചിലപ്പോൾ അവരെ എടുക്കും. അവര് അവിടെ സാഹചര്യം, സ്ഥിതിയും, മൊഴികളും എല്ലാം പരിശോധിച്ച് കുട്ടികളുടെ സാക്ഷി മൊഴികളെല്ലാം വാങ്ങിയതിനു ശേഷം പിന്നെ അവരുടേതായ രീതിയിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മുടെ എന്തിനു പറയണം, അഭിമന്യുവിന്റെ മരണമായി ബന്ധപ്പെട്ടിട്ടില്ലേ കോടതി കൊണ്ടുവന്ന സാധനം കാണാനില്ലെന്ന്. അപ്പോൾ SFIക്കാർ തന്നെ അവരുടെ തന്നെ നേതാവായിരുന്നു. അവരിന്നും അഭിമാനത്തോടെ രക്തസാക്ഷിയായി കൊണ്ടു നടക്കുന്ന അഭിമന്യുവിനോട് പോലും അവർക്ക് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോടതിയിൽ വെച്ചിരുന്ന സാധനമൊന്നും കാണുന്നില്ല, തെളിവുകളൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കാര്യം കാണുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് കേരളത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്, ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇത് വരലുകൊണ്ടുന്നത്. അതെ, നമുക്ക് CBI അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു കുറേ ഇതുണ്ട്, പ്രതീക്ഷയുണ്ട്. മാത്രമല്ല SFI എന്ന സംഘടന ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള പറയുന്നുണ്ട് മറ്റേ തീവ്രവാദം നൽകുന്നു അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇനി ആക്രമണത്തിന് മുൻനിർത്തുന്ന ഒരു സംഘടന ഒന്നീകല്ല ശുദ്ധി കലശം നടത്തുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് നിരോധിക്കുക, അങ്ങനെയാണ്. കാരണം അവർ പറയുന്നു എന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, പറഞ്ഞിടത്ത് അറിയാലോ. ഇന്നും വെല്ലുവിളിയാണ് ഇപ്പം SFI ഇവർക്ക്. ഇത് തന്നെ ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു മാധ്യമങ്ങളോട് അല്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ അവരുടെ ആവശ്യം, ആത്മവിശ്വാസമൊക്കെ അവർക്ക് അത്രയും വലുതാണ്. അവർ പറയുന്നത് ഒരു ചുക്കും ചെയ്യില്ല, ചെയ്ത തീർത്തുകളെയും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. കാരണം അവർ അഭിമാനത്തോടെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അതിനകത്ത്. ഇപ്പൊ ഗവർണർ, എനിക്ക് തോന്നുന്നു ഗവർണർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം കേന്ദ്ര ഏജൻസികളൊക്കെ വഴി എനിക്ക് തോന്നുന്നു രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോണില്ല എന്ന് പ്രസംഗിച്ചിട്ടുണ്ടല്ലേ. അതാണ് ഇവരൊക്കെ ധാരണ. പക്ഷെ ഏതായാലും CBI വരുമ്പോഴേ അതിന്റെ ശരിക്കും ചൂട് വരെ അറിയുള്ളൂ. അതായത് ചുക്കും ചുണ്ടാൻ പോക്കാതെ അവരെ തീർത്തോളൂ. ഇവിടുത്തെ പോലീസുകാരുടെ പറഞ്ഞ പോലെ മാറി നിൽക്കടാന്നൊക്കെ കക്കൂസിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാകും അവർക്കെന്നുള്ളത്. മാത്രമല്ല അങ്ങനെ ചെല്ലുമ്പോഴേ CBI ഓഫീസിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചേട്ടന്മാരെ ഈ വിപ്ലവമൊക്കെ മാറിയിട്ട് മറ്റേ ഈ സിനിമ ഉണ്ടല്ലോ, ആട് പിന്നെ ചെമ്പന്റെ കഥാപാത്രം ആദ്യം വിളിച്ചിട്ടുണ്ട്, ഞാൻ വിപ്ലവകാരിയാണ്, ഞാൻ ഭയങ്കര അടുത്ത് തുടർന്ന് തൊഴിലുകൊണ്ട് പിന്നെ സാറേന്ന് വിളിക്കില്ലേ. അതാണ് ഇവർ പലരും പറയുന്നത്. അതല്ല കേരള പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യം ചെയ്യൽ രീതിയല്ല. കേട്ടിട്ടുള്ള ഭയങ്കര ദുഷ്കരമാണ്, ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര ദുഷ്കരമാണ് ഇവരുടെ ഒരു രീതികളെന്ന് കേട്ടിട്ടുണ്ട്. ഈ CBIയുടെ കേന്ദ്ര ഏജൻസികളുടെ എല്ലാം തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അവർ ഭയങ്കര എന്താ പറയുക സൈക്കോളജിക്കലി അവർ ട്രെയിൻഡ് ആണ്. ഇതൊക്കെ അങ്ങനെ തന്നെ അവർ കുറെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല അതിനകത്ത്. അതെ, ഉറപ്പാണ്. കാര്യം മാത്രമല്ല ഇവര് ഇതുപോലെ അല്ലല്ലോ. ഇപ്പം ഇവിടത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥി പോലീസ് ചെന്ന് പിന്നെ രഹസ്യമായിട്ട് മൊഴി എടുത്തിട്ട് വെളിയിറങ്ങുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ അടുത്ത അതിന്റെ ഓഡിയോ സഹിതം ഈ SFI കിട്ടും. അമ്മമാർ തിരിച്ചു വന്ന് ഇവന്മാരെ കഴുത്ത് തൊട്ടും. അപ്പൊ അതുകൊണ്ടാണ് പേടിച്ച് പോകുന്നത്. മാത്രമല്ല ഇവിടുത്തെ പോലീസുകാരനെ മുഖത്ത് നോക്കി ഞാൻ ആരാടാന്ന് അറിയാമോ, എന്റെ അച്ഛൻ ആരാടാന്ന് പറയുന്നതിന് അയ്യോ സാറിന് പറഞ്ഞിട്ട് അവിടെ അതുപോലെ ആയിരിക്കില്ലല്ലോ അവിടെ. അതൊന്നും ഒരിക്കലും അവിടെ നടക്കില്ല. അവരന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. കൃത്യതയോടുകൂടി തന്നെ അവർ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛനൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ
ഉള്ള ചില പേരുകൾ ഒരു ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ചില ആളുടെ. അതൊക്കെ അവരെയൊക്കെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അത് കൃത്യം സി ബി അന്വേഷിക്കും. അതുകൊണ്ട് ഈ കുറെ പിള്ളേരെ ഭാവിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തീരുമാനമായി എന്ന് വിചാരിക്കാം. അല്ല, അവർക്ക് ഭാവി ഇനി അങ്ങനെയുള്ള ഒരു ഭാവി നശിക്കുന്നതെന്നല്ല. കാരണം ഇങ്ങനെയൊക്കെ അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എത്തുന്ന കാരണം 130 പേരുടെ മുമ്പ് വെച്ച് 3 ബെൽറ്റ് മുറിയുന്ന രീതിയിൽ പൊട്ടിച്ച് അതുപോലെ തന്നെ അത് മുതുകത്ത് തന്നെ കൈവിരൽ കൊണ്ടും കൈ കൊണ്ടും നടുവിലും എല്ലാം കുത്തി കസേരയിട്ട് ചവിട്ടി പൊട്ടിച്ച് 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് എത്രത്തോളം വലുതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. വെള്ളം ചോദിച്ചപ്പോഴാണ് കുട്ടികൾ കൂടുതൽ ഇറക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കരാട്ടെ വിദഗ്ധൻ തൊണ്ടയിൽ എന്തോ അയാൾ കൈകൊണ്ട് പ്രയോഗം നടത്തിയിരുന്നു. ഇവർക്ക് മനുഷ്യന്മാരാണെന്നുള്ളതാണ് സത്യം പറഞ്ഞത്. ജയില് പൊളിഞ്ഞാലും അവനെന്ന് വെറുതെ ഉള്ളത്. ഒരു 3 ജയിലെന്നെങ്ങാനും കൊടുത്തിട്ടുണ്ട്. മരണം വരെ എമ്മാരി യാകാത്തവരുടെ അങ്ങനെ നല്ലത് കൊണ്ടുവരണം. ഒക്കെ കാശുള്ള വീട്ടിലെ പിള്ളേരായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരും. അച്ഛൻ നമ്മൾ വലിയ വക്കീലിനെ കൊണ്ടുവരായിരിക്കും. എങ്കിൽ പോലും CBI ആണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് വളരെ കൃത്യതയോടുള്ള അന്വേഷണം തന്നെയായിരിക്കും. അവരത് തെളിയിക്കുക തന്നെ ചെയ്യും. അതെ, ഇത് മാത്രമല്ല, ഇത് ഈ കേരളത്തിലെ ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം കോളേജുകളിലെ റാഗിംഗ് എന്ന പേരിൽ, ഈ കയ്യൂക്കിന്റെ പേരിലും അതുപോലെ തന്നെ അടിച്ചും ഇടിച്ചും ഒക്കെ ഈ ഹീറോകളാവുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകണം. കാരണം ഇപ്പോഴും ഇവിടെയുള്ള പല ക്യാമ്പസുകളിലും ഇവർ ഭരിക്കുന്നത് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം കായിക ബലം കൊണ്ടാണ്. അല്ലാണ്ട് ആശയങ്ങൾ എവിടെ ജയിക്കുന്നു? ഇവിടെ ആശയങ്ങളില്ലല്ലോ. ഇപ്പം ഒരു സമരം വിളിക്കുന്നതിന് പോലും കൃത്യമായ ആശയം ചേർന്ന് എത്ര അണികളാണ് വന്ന് ചേരുന്നത്. ഇവിടെ വിളിച്ച് പിടിച്ച് കോളറിലും പിടിച്ചും അടിയും കൊടുത്തൊക്കെയാണ് ഓരോരുത്തർ സമരത്തിനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത്. ഇതൊക്കെ നിർത്തണം. ഇതൊക്കെ ഇവിടെ ഈ ഗുണ്ടായിസമൊക്കെ നിർത്തണം. കൃത്യമായി കേരളത്തിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിരോധിക്കണം. ഇങ്ങനെയുള്ള കേരളത്തിലെ ഈ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കണം. ക്യാമ്പസ് രാഷ്ട്രീയം ആവശ്യമാണ്. അല്ലോ മുമ്പൊരിക്കൽ കോളേജ് ഇടപെടലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എല്ലാവരും കൂടെ ചാടി നിന്നു പറഞ്ഞു ക്യാമ്പസ് രാഷ്ട്രീയം വേണം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ ഇവർ വേറൊരു രൂപത്തിൽ വരും. മനസ്സിലായി, അങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇപ്പൊ SFI അല്ലെങ്കിൽ KS എന്നുള്ളതിന് പകരം അവർ വേറെ എന്തെങ്കിലും പേരിട്ട് വേറൊരു സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞു വരും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബന്ധുവർ വെച്ചപ്പോൾ ഹർത്താലായതുപോലെ ആവും. നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവർക്ക് അടുത്ത വിദ്യാലയം പ്ലാൻ B എപ്പോഴും റെയിൽ കാണും. അല്ല, അതിനകത്ത് നമുക്ക് ഇത് തീരുമാനം എടുക്കുന്നവർ തന്നെ ഈ സംഘടനയുടെ ഒക്കെ അനുഭാവിയായ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയാൻ പോകുന്ന ആൾക്കാരും ചിലപ്പോൾ യൂണിയന്റെ ഭാഗമായിരിക്കും. ഇടതുപക്ഷ യൂണിയൻ അല്ലെങ്കിൽ വലതുപക്ഷ യൂണിയൻ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അവരെ മുമ്പിൽ തന്നെ നമ്മൾ ഈ ആവശ്യമായിട്ട് പോകുമ്പോൾ അവർ സമ്മതിക്കും. അതിനകത്ത് അവർ തന്നെ ആദ്യം ഗുരു നന്നായാലും ശിഷ്യ നന്നാവും. ഗുരു തഥാ ശിഷ്യ എന്നാണ്. ബെസ്റ്റ് ഗുരുക്കന്മാരാണ് ഈ ഡീനെ പോലുള്ള ആളും. അയാൾ പറഞ്ഞ് എന്തെല്ലാം അബദ്ധങ്ങളാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ഈ കുട്ടി ഏറ്റെടുത്ത് വന്ന് പരാതി വന്നില്ല, എൻ്റെ എന്നെ വിളിച്ചു വന്നില്ല പറഞ്ഞില്ല എന്നൊക്കെ. വെള്ളം ഇറക്കാൻ കഴിയാതെ കിടക്കണം. ഈ മെമ്മറി മുറിക്കാത്തിട്ട് പൂട്ടിയിട്ട് ഈ കൊച്ചിൻ്റെ മൊബൈലും പിടിച്ചു വെച്ചോണ്ട് പോയവർ. പിന്നെ ആരെ വിളിക്കാൻ? എന്തായാലും പക്ഷെ എന്തായാലും സത്യത്തില് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ ഗവർണറായിരുന്നു. ആ വൈശാസ്ത്രത്തിന് ആദ്യം സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വേണം. ഭരണാധികാരികളായാൽ അതാണ് വേണ്ടത്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. വൈശാസ്ത്രം ആത്യന്തികമായി അതിന്റെ ആദ്യ ഉത്തരവാദി. പിന്നെ DNA ഇവരെയൊക്കെ. അപ്പം അന്ന് വൈശാസ്ത്രം പറഞ്ഞു ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവർ സസ്പെൻഡ് ആയിരുന്നു. നാളെ തറയായി ആലോചിച്ചിരുന്നില്ല. എന്തായാലും പല ആണുങ്ങളൊന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് മറ്റൊരു കാര്യം. പക്ഷെ ഇത് എന്തായാലും പിന്നെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പോരാട്ടം ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇത്രയും സങ്കടപ്പെട്ട് ഞാൻ ഒന്ന് ആ വീട്ടിൽ ചെന്നപ്പോഴെ തന്നെ കണ്ടു. അവരെല്ലാവരും അവർ ഭയങ്കരമായ വേദന അനുഭവിക്കുന്നില്ല. എങ്കിൽ പോലും അവർ ഉറച്ചു നിന്നു അക്കാര്യത്തിൽ. അന്വേഷണം വേണം. കൃത്യമായി പറയാൻ മരിച്ച നാളുകൾ പോലും ആയില്ല. കാരണം നഷ്ടപ്പെട്ടിട്ട്. കാരണം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ തളർന്നിരിക്കാം, അച്ഛനും ആ കുടുംബത്തിനൊക്കെ തളർന്നിരിക്കാം. പക്ഷെ നീതി കിട്ടണം ആ ഒരു രീതി. കാരണം നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് വിഷമം തോന്നും. കാരണം നമുക്ക് നാളെ ഈ ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഇപ്പം സ്വന്തം ചോര ഇങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി തളർന്നാണെങ്കിൽ കരങ്ങിരിക്കാം. പക്ഷെ നീതി വേണം. കാരണം നാളെ അദ്ദേഹം പോരാടുന്നത് സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥിന് വേണ്ടി മാത്രമല്ല, നാളെ ഇവിടെ വളർന്നു വരുന്ന എല്ലാവർക്കും വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം പോരാടുന്നത്. കാരണം ഇനി പറഞ്ഞത് ഇത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വല്ലാത്ത കടപ്പാടാണുള്ളത്. കാരണം ഇപ്പോഴും ഞാനൊക്കെയാണ് സത്യം പറഞ്ഞാൽ പറയല്ലോ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തളർന്നു പോകും. ഇതുവരെ പിന്നീട് ചിലപ്പോൾ പോകുന്നു വരില്ല. കാരണം സാധാരണക്കാരൻ മലയാളികൾ എപ്പോഴും അങ്ങനെയാണല്ലോ. സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയുമെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിനോട് യോജിക്കണം. കാരണം എനിക്കൊന്ന് ഭൂരിപക്ഷം കേരള സമൂഹവും ചിലപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ കൂടെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരവിട്ടത്. നമ്മുടെ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം ഇറങ്ങി കഴിഞ്ഞില്ലേ. ഇത് ഈ ഇങ്ങനെയുള്ള സാമൂഹ്യത്തിനൊക്കെ സംരക്ഷിക്കുക, യവന്മാരെ ന്യായീകരിച്ച് സംസാരിക്കുക. ഇതൊക്കെ ഏറ്റവും ക്രൂരതയാണ്. ഈ സിദ്ധാർത്ഥന്റെ അടുത്ത് യവന്മാർ കാണിച്ചേക്കാൾ വലിയ ക്രൂരതയാണ് ഈ SFI നേതാക്കന്മാർ കാണിച്ചത്. ഈ പിന്നെ ഇത്രയും ഈ കുഞ്ഞിന്റെ ദേഹത്ത് ഇത്രയും ക്രൂരത കാണിച്ച മനുഷ്യന്മാരെ ന്യായീകരിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഈ നേതാക്കന്മാരെ മക്കൾ മുഴുവൻ പഠിക്കുന്ന വിദേശത്ത് കേരളത്തിന് പുറത്തു ആയതുകൊണ്ട് അവരതിനെ കുറിച്ച് ഒരു ബോധമല്ല. അതാണ് കാര്യം. നാളെ ഇനി ഇവരും ഇന്നത്തെ ഈ പിന്നെ SFI നേതാക്കന്മാർക്ക് നാളെ വലുതായ അവർ മന്ത്രിയൊക്കെ ആകുമ്പോൾ അവരുടെ മക്കളും വിദേശത്തായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് അവരതിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
അതെ, ഇതൊരു ചെയിൻ പ്രോസസ് പോലെയാണ്. കാരണം ഇവരുടെ മക്കളെ കാരണം ഇപ്പൊ പറയില്ലേ, ഇപ്പൊ ഈ വലിയ മേഖലകളിൽ ഇരിക്കുന്നവരുടെ ഈ പഠിക്കുന്നവരായിരിക്കും തന്നെ നാളെ ഉന്നത പൊസിഷൻസിലെത്തും. അതിന്റെ പിന്നാടി തന്നെ വേറെ അടുത്ത SFI കാര്യം വരും. അതിന് ആ ഒരു സർക്കിൾ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. സാധാരണക്കാർ ഇപ്പൊ കണ്ടില്ലേ, സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് എത്രയോ പോലീസുകാർക്ക് ജോലി കിട്ടാതെ 10,000-ഓളം പേരാണ് വന്ന് അവിടെ കിടന്ന് സമരം ചെയ്തത്. അവരൊക്കെ അവിടെ കിടന്നു. അതെ, അങ്ങനെ ഒരു കാരണം കേരളത്തിൽ നമുക്ക് നീതി കിട്ടേണ്ടവരെ എല്ലാവരും ഇപ്പൊ അലയാണ്. ഇപ്പൊ സെക്രട്ടറിന്റെ പിന്നാലെ ചുറ്റും കൂടിയിരിക്കുകയാണ് നീതിക്ക് വേണ്ടി. ആ സമയത്ത് ഇവരുടേതായ ഒരു ഗ്യാങ്, ഇവരുടേതായ സർക്കാരിന്റെ മാത്രമായിട്ട് ഒരു ടീം അല്ലെങ്കിൽ ഒരു ടീം മാത്രമായിട്ട് അവരെ അധികാരം ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറെ പാവപ്പെട്ട ഒരു സാധാരണക്കാരും സെക്രട്ടേറിയറ്റിലെന്നും അതിൽ റോഡുകളിലും വീടുകളിൽ പോലും. എനിക്കറിയാം, ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, ഇല്ല അരി തീർന്നു, പഞ്ചസാര തീർന്നു, അങ്ങനെ. കാരണം കേരളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് സത്യം പറഞ്ഞാൽ വിഷമത്തോടെ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഗതികെട്ട രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും തകർന്നിരിക്കുന്നു. നമുക്ക് എന്താ പറയാനാണ്, ഇപ്പൊ ലോ ആൻഡ് ഓർഡർ ഒക്കെ തകർന്നിരിക്കുന്നു. സുരക്ഷയില്ല. മൊത്തത്തിൽ ആകപ്പാടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ അവസ്ഥ. ക്യാമ്പസുകളിൽ സുരക്ഷിതയില്ല. മൊത്തം മേഖലയിലും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് ഓരോരുത്തർ രാത്രി ചാനൽ വന്നിരുന്നു ന്യായീകരിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മളെ നല്ല ക്ഷമയുള്ളവരാണെന്ന് നമുക്ക് സ്വയം തോന്നിപ്പോ. കാരണം ഇത് ഒരു വിളിച്ചു പറഞ്ഞാൽ ഈ വിഡിത്തം മുഴുവൻ കേട്ടോണ്ടിരിക്കാന്ന് പറയുമ്പോഴേ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി സിദ്ധാർത്ഥിനൊക്കെ കുറിച്ച് മോശമായ പരാമർശം വരെ നടത്തിയിരുന്നു. ഒരു കുഴപ്പം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ പിന്നീടാണ് ഈ പെൺകുട്ടി കൊടുത്തതൊക്കെ ഇത് വ്യാജ പരാതിയാണെന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അല്ല, ഇവിടെ എന്താ എനിക്ക് ചോദിക്കുന്ന കാര്യം, പെൺകുട്ടിയുടെ പേര് പോലും പുറത്തു വരില്ല. എന്താണ് ആ ഒരു പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യം എന്താണ് ഇവിടെ? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. അവിടെ ഏതായാലും അങ്ങനെ ക്രൂര മനസ്സുണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരണം. അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഞാൻ തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു മനോഭാവം ഇപ്പൊ ആരുടെ പാവയായാലും ശരി തന്നെ, പാവയെ മാറിയ ശരി, അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. കാരണം ഒരു കുട്ടിയുടെ മനസ്സ് അങ്ങനെ മാറാൻ പറ്റുമെങ്കിൽ എത്ര തരം പേരെ അവരെ സ്വാധീനിക്കാൻ പറ്റും? അങ്ങനെ ഒരിക്കലും അങ്ങനെ അനങ്ങിയിരിക്കും. കാരണം ഇതിനകത്ത് ആൺപെൺ വ്യത്യാസം ഒന്നും പാടില്ല. ഇവിടെ കുറ്റക്കാരായ എല്ലാവരും ഇതിനകത്ത് ഇതാണ്. CBI അന്വേഷണത്തിൽ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് വിശ്വസിക്കുന്നത്. ഏതായാലും ഇതില് പ്രതികളെ ഉണ്ടല്ലോ, ആരെങ്കിലും അവൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും അവന്റെ ജീവിതകാലം മുഴുവൻ അവനത് വേട്ടയാണ്. അവന്റെ മനസ്സിന് മനുഷ്യനാണെങ്കിൽ, മനുഷ്യനല്ല ഈ പറഞ്ഞ പോലത്തെ ഈ നമ്മുടെ കളരി അഭ്യാസി കരാട്ടെ എടുത്ത് അവന്റെ ദേഹത്ത് പരീക്ഷിച്ച പോലത്തെ ക്രൂരന്മാരാണെങ്കിൽ അവന്മാർക്കൊന്നും തോന്നുന്നില്ല. അതൊക്കെ എന്റെ ഒരു വിനോദമാണെന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ ഇത് നമ്മള് എന്താണ് സിനിമയിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും ക്രൂരതകൾ റാഗിന്റെ പേരിൽ നടക്കുന്നത്. ഈ നമ്മൾ ഗൊണ്ടനാമോയിലെ ജയിലുകളിൽ അമേരിക്കൻ സൈന്യം ഇറാഖുകാരെ കൊണ്ട് ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര മഴയെത്തിക്കലും സമരം നടത്തിയിരുന്ന ആളുകളാണ്. അവന്മാർ ചെയ്ത് ഇത് അപേക്ഷിച്ചപ്പോൾ എത്രയും ചെറുതാണെന്നറിയാമോ അവിടുത്തെ ഈ അമേരിക്കൻ പട്ടാളം ചെയ്തത്. പക്ഷേ ഇതിവിടെ അതല്ല, പ്രതികരിക്കാൻ ആരും. ഇന്നലെ LDF യോഗത്തിൽ കണ്ട RJD കണ്ട് ആവശ്യപ്പെട്ടു ഇത് ശരിയില്ലെന്ന്. ബാക്കി CPIയുടെ ഒക്കെ ബുദ്ധിമാന്മാർ വായ പൊട്ടി മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഇന്നിപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനും ഒക്കെ മുഖ്യമന്ത്രി കാണാൻ പോകുമ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ച് നെടുമങ്ങാട് MLA ആണ് മന്ത്രി GR അല്ല, അദ്ദേഹത്തിനും കൂടെ പോകാമായിരുന്നു. സത്യത്തിൽ അദ്ദേഹം അവിടെ പോയെന്നറിഞ്ഞു, പോയാലും ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ അടുത്ത് അങ്ങോട്ട് മത്സരിക്കാൻ ചെല്ലണ്ടേ. പക്ഷെ അവരൊക്കെ വേണമായിരുന്നു, അവരെ സാന്നിധ്യമെങ്കിലും വേണമായിരുന്നു അവിടെ. അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിനും കണ്ടില്ല. ഇനി കൃത്യാന്തര ബാഹുല്യം കാരണം ഇവർ വേറെ എവിടെയെങ്കിലും ഇനി വിദേശ പര്യടനത്തിനോ അല്ലെങ്കിൽ വേറെ ഡൽഹിയിൽ അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ കാണാൻ അങ്ങനെ പോയതാണെന്ന് നമുക്ക് അറിഞ്ഞത്. എന്നാലും അതൊക്കെ ചെയ്യണമായിരുന്നു അവർ. പക്ഷെ അത് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കും അറിയില്ല. എങ്കിൽ പോലും അത് ഇന്ന് തന്നെ അത് തീരുമാനം ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മാവനൊക്കെ ഉൾപ്പെടുന്ന അമ്മയ്ക്ക് ഉൾപ്പെടുന്ന വീട്ടുകാർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ക്രെഡിറ്റ് വേറെ ആർക്കും ഇതിൽ അവകാശപ്പെടാനില്ല. നമ്മൾ പിന്നെ മാധ്യമങ്ങളെ കുറിച്ച് പറയുന്ന മാധ്യമങ്ങൾ നമ്മുടെ ജോലി ചെയ്തു എന്ന് മാത്രമേ നമ്മളെ ക്രെഡിറ്റ് അവകാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ മാധ്യമങ്ങൾ ഒരുപാട് സഹായിച്ചെങ്കിൽ പോലും നമ്മൾ സ്വയം ക്രെഡിറ്റ് അവകാശപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയാണ്. പക്ഷേ ഇത് ഗംഭീരമായ ഒരു 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 തീരുമാനം തന്നെയാണ്. ഇത് നമുക്ക് ഇത്രയും അത്ഭുതകരമായിട്ട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പിണറായിയുടെ വായുന്നതിന് ഇത് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു വാർത്താ വിഷയമാണ്. കാരണം പണ്ടൊക്കെ VS ഒക്കെ ചുമ്മാ പറയാം. എനിക്ക് ഈ ഇപ്പോഴാണ് ആ സ്റ്റാറ്റസിനൊക്കെ ഒരു ഇത് റീച്ച് വന്നത്. കാരണം മകനെതിരെയുള്ള അന്വേഷണം, CBI അന്വേഷണം വേണമെങ്കിൽ ഉത്തരവിടുന്നു. പുറത്തു നിന്നുള്ള ഏതൊരു അന്വേഷണ ഏജൻസിക്കും പ്രതിപക്ഷ നേതാവ് പറയുന്ന ആളെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്താന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് ആ സമയത്ത് ഇതൊക്കെ ഒരു കോമൺ ആണ്. കാരണം അത്രയും ജനകീയരായ നേതാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ നമുക്കിപ്പം സംശയത്തിന്റെ നിലയിൽ നിന്ന് തന്നെ പിണറായി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഒരു പ്രധാന വാർത്തയായിട്ട് മാറിയത് അതുകൊണ്ട് സംഭവം തന്നെയാണ്. തീർച്ചയായും എന്തായാലും നേരറിയാൻ CBI എന്നൊക്കെ നമ്മുടെ സിനിമയുടെ പേര് നമ്മൾ പഞ്ച് ഡയലോഗ് പറയാറുണ്ടെങ്കിലും CBI എത്തുമ്പോൾ നേരെ അറിയും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യം ചെയ്ത ഈ പിന്നെ ഈ പിള്ളേരെ എല്ലാവരും അതിവരെ പിള്ളേരെന്ന് പറയാൻ പോലും പറ്റില്ല, വേറെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് നല്ല ശിക്ഷ കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ സത്യം പറഞ്ഞാല് തന്റെ ആത്മാവിനെങ്കിലും ആ ഒരു ശാന്തി കിട്ടുള്ളൂ. നമുക്ക് ഇന്നും നമ്മളെ കേരളത്തിൽ ആ കുട്ടിയോട് മാപ്പ് പറയണം. അതാണ് സംഭവം. എന്തായാലും CBI അന്വേഷണം വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. നമുക്കും ആ ഒരു CBI അന്വേഷണത്തിന്റെ ഫലപ്രാപ്തിയിലേക്ക് നമുക്ക് നോക്കിയിരിക്കും.
നമസ്കാരം.